നമസ്കാരം. ന്യൂസ് മാസിൻ മലയാളത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പെൻഷൻ വിതരണ അറിയിപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സംസ്ഥാനത്ത് സാമൂഹിക സുരക്ഷാ പെൻഷൻ വാങ്ങുന്ന എല്ലാ ആളുകളും ഈ ഒരു പ്രധാനപ്പെട്ട രണ്ട് അറിയിപ്പുകൾ ശ്രദ്ധിക്കുക. മാർച്ച് മാസത്തെ 1600 രൂപയുടെ പെൻഷൻ വിതരണം ഈ മാസം 20-ാം തീയതിക്ക് ശേഷമാവും ഉണ്ടാകുക. പെൻഷൻ വാങ്ങുന്ന ആരെങ്കിലും ഇനിയും മസ്റ്ററിങ് ചെയ്യുവാൻ ബാക്കിയുണ്ടെങ്കിൽ ഇനിയും 2 ദിവസം കൂടി ബാക്കിയുണ്ട്. മാർച്ച് മാസം 20-ാം തീയതിക്കുള്ളിൽ സംസ്ഥാനത്തെ അക്ഷയ കേന്ദ്രങ്ങൾ വഴി നമുക്ക് മസ്റ്ററിങ് പൂർത്തിയാക്കാവുന്നതാണ്. അപ്പോൾ ഇത്തരത്തിൽ മസ്റ്ററിങ് പൂർത്തിയാക്കിയെങ്കിൽ മാത്രമേ പെൻഷൻ നമുക്ക് ലഭിക്കൂ എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, നമ്മളുടെ സംസ്ഥാനത്തെ അനധികൃതമായുള്ള പെൻഷൻ കൈപ്പറ്റുന്നത് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് സംസ്ഥാന സർക്കാർ വീടുകളിലേക്ക് എത്തിയുള്ള പരിശോധനയ്ക്കും തയ്യാറെടുക്കുന്നുവെന്ന അറിയിപ്പാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. നമ്മളുടെ അനധികൃതമായി പെൻഷൻ കൈപ്പറ്റുന്ന എല്ലാ ആളുകളെയും പെൻഷൻ ലിസ്റ്റിൽ നിന്ന് ഒഴിവാക്കിക്കൊണ്ടായിരിക്കും സംസ്ഥാനത്ത് ഇനിയുള്ള പെൻഷൻ വിതരണം കൃത്യമായി നടക്കാൻ പോകുന്നത്. 1600 രൂപ വീതം അനധികൃതമായി പെൻഷൻ കൈപ്പറ്റിയിട്ടുള്ള ആളുകൾക്ക് ആ ഒരു പെൻഷനും അതിൻ്റെ പലിശയും സഹിതം തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് ഏൽപ്പിക്കുവാനുള്ള ഉത്തരവും സംസ്ഥാന സർക്കാർ ഇപ്പോൾ ഇറക്കിയിട്ടുണ്ട്. ഇനിയും നമ്മളുടെ സംസ്ഥാനത്ത് വിധവാ പെൻഷനും അവിവാഹിത പെൻഷനും കൈപ്പറ്റുന്ന എല്ലാ ആളുകളും അവർ പുനർവിവാഹിതരല്ല എന്ന സർട്ടിഫിക്കറ്റ് തദ്ദേശ സ്ഥാപനങ്ങളിൽ ഏൽപ്പിച്ചിട്ടില്ല എങ്കിൽ കൃത്യമായി ഈ മാസം തന്നെ, അതായത് മാർച്ച് മാസം 31-നകത്ത് തന്നെ ഈ ഒരു സർട്ടിഫിക്കറ്റ് തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് ഏൽപ്പിക്കുവാൻ ശ്രദ്ധിക്കുക. അതോടൊപ്പം തന്നെ സംസ്ഥാനത്ത് ആധാർ കാർഡ് ഇല്ലാതെ പെൻഷൻ വാങ്ങുന്ന ആളുകൾ അവരുടെ ലൈഫ് സർട്ടിഫിക്കറ്റുകൾ തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് എത്തിക്കേണ്ടതുണ്ട്. ഇതും കൃത്യമായി തന്നെ തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ മാത്രമേ ഇത്തരത്തിലുള്ള ആളുകൾക്കും സംസ്ഥാന സർക്കാരിൻ്റെയും അതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാരിൻ്റെയും ഒക്കെ പെൻഷൻ വിഹിതം ലഭിക്കുകയുള്ളൂ. സംസ്ഥാനത്ത് 1 ലക്ഷം രൂപയിൽ കൂടുതൽ വാർഷിക വരുമാനമുള്ള ആളുകൾ, അതോടൊപ്പം തന്നെ 2000 ചതുരശ്ര അടിയിൽ കൂടുതൽ വിസ്തീർണമുള്ള വീടുകളിൽ താമസിക്കുന്ന ആളുകൾ, സ്വന്തമായി 4 ചക്ര വാഹനം, അതായത് ടാക്സി അല്ലാത്ത 4 ചക്ര വാഹനമുള്ള ആളുകൾ, ഇത്തരത്തിലുള്ള ആളുകളൊക്കെ പെൻഷൻ കൈപ്പറ്റുന്നുണ്ടെങ്കിൽ അത് തദ്ദേശ സ്ഥാപനങ്ങളിൽ അറിയിക്കുക. അല്ലെങ്കിൽ തദ്ദേശ സ്ഥാപനങ്ങളിലെ ഉദ്യോഗസ്ഥർ നമ്മളുടെ വീടുകളിലേക്ക് എത്തി പരിശോധന നടത്തി ഇത്തരത്തിലുള്ള ആളുകളെ പെൻഷൻ ലിസ്റ്റിൽ നിന്നും ഒഴിവാക്കുന്ന ഒരു സാഹചര്യവും സംസ്ഥാനത്ത് ഇനിയും ഉണ്ടാകും. കേന്ദ്ര സർക്കാരിൻ്റെയും പെൻഷൻ വിതരണം മാർച്ച് മാസം 31-ന് മുമ്പായി തന്നെ ഉണ്ടാകുമെന്നാണ് അറിയിപ്പ് വന്നിരിക്കുന്നത്. കുടിശ്ശികയായിരിക്കുന്ന 3 ഗഡു പെൻഷനെങ്കിലും വിതരണം ചെയ്യാനാണ് സാധ്യത. ഇത്തരത്തിലുള്ള എല്ലാ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്തുന്നതിന് വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തുകൂടി കാണുക. താങ്ക്